നമ്മുടെ നാടുകളിൽ ബാഗുകളും കാറുകളും ചാക്കുകളൊക്കെ സുലഭമായി കിട്ടാറില്ലേ? ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ വെളുത്ത കാറുകൾക്ക് പിന്നിൽ കർഷകരുടെ ഒരു കറുത്ത ജീവിതമുണ്ട്. കഹാനി സുനോ. ഇന്ന് എൻ്റെ യാത്രയിൽ കണ്ട കാഴ്ചകൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ, അവിടെ മണ്ണിനോട് മല്ലിട്ട് കയറുണ്ടാക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ കഷ്ടപ്പാടുകൾ അടുത്തുനിന്ന് കണ്ടപ്പോൾ ഹൃദയത്തിനൊരു വിങ്ങലുണ്ടായി. ആ കാഴ്ചകളിലേക്കും അവരുടെ ജീവിതത്തിലേക്കും നമുക്കൊന്ന് എത്തി നോക്കിയാലോ? ഇന്ന് ഞങ്ങൾ ബീഹാറിലെ ഡെറ്റാടോള എന്ന ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അവിശ്വസനീയമായ കാഴ്ച കണ്ടു. ഇടത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ കുറച്ചാളുകൾ വെള്ളത്തിലിറങ്ങി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. വണ്ടി നിർത്തി അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഇതാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ജൂട്ട് അഥവാ ചണം. ഇതിൽ നിന്നാണ് ചണനാരുകൾ വേർതിരിച്ചെടുക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ കർഷകർ ഞങ്ങൾക്ക് കൃഷിയുടെ ചരിത്രം പറഞ്ഞു തന്നു. ചണകൃഷി തുടങ്ങുന്നത് വിത്ത് നടന്നതോടെയാണ്. ഇത് സാധാരണഗതിയിൽ മെയ് മാസത്തിലാണ് നടക്കാറ്. ഏകദേശം 100 ദിവസത്തിനുള്ളിൽ, അതായത് ജൂലൈ അവസാനത്തോടെ ചണച്ചെടികൾ വളർന്ന് വിളവെടുപ്പിന് തയ്യാറാകും. വിളവെടുത്ത ഈ ചണച്ചെടികൾ കെട്ടുകളാക്കി 3 മുതൽ 4 ആഴ്ചയോളം വെള്ളക്കെട്ടുകളിലോ കുളങ്ങളിലോ ഇടും. നമ്മൾ ആദ്യം കണ്ട കാഴ്ച ഈ പ്രക്രിയയുടെ ഭാഗമാണ്. റെറ്റിംഗ് എന്നു പേരുള്ള ഈ ഘട്ടത്തിലൂടെയാണ് ചണച്ചെടിയുടെ തൊലി വേർപ്പെടുത്താൻ എളുപ്പമാകുന്നത്. അതിനുശേഷം അവർ നാരുകൾ വേർപ്പെടുത്തി ഉണങ്ങാനായി ഇടുന്നു. ഈ ഉണങ്ങിയ നാരുകൾ ഉപയോഗിച്ചാണ് പിന്നീട് വിവിധതരം ചണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. കയറ്, ചാക്കുകൾ, ബാഗുകൾ എന്നിവ കൂടാതെ ഇന്ന് ജിയോ ടെക്സ്റ്റൈൽസ്, പേപ്പർ, വിവിധതരം കരകൗശല വസ്തുക്കൾ എന്നിവയും ചണം ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി 1 കിലോ ചണത്തിന് ഏകദേശം 80 രൂപ മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഒരു സീസണിൽ ആകെ കിട്ടുന്നത് ഏകദേശം 30 കിലോഗ്രാം മാത്രമാണ്. ഇത്രയും തുച്ഛമായ വിലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയധികം ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ വാങ്ങുന്ന ഓരോ ചണ ഉൽപ്പന്നത്തിനും ഈ കർഷകരുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വിലയുണ്ട്. നമ്മുടെ ഈ കർഷകർക്ക് അർഹിക്കുന്ന വില ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഗ്രാമീണ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഫിർ മിലേംഗെ.